കെ ടി ജലീൽ പഴയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, പഴയ തവന്നൂർ MLA ആണ്. ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഔദ്യോഗികമായി CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു. 2006 മുതൽ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായി CPM-നൊപ്പമുണ്ട്, ഇടതുപക്ഷത്തിനൊപ്പമുണ്ട്. ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നാണ് MLA ആയതും മന്ത്രിയായതും ഒക്കെ തന്നെ. ഇടയ്ക്ക് മന്ത്രിയായപ്പോൾ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരോപണങ്ങളും ഉണ്ടായി. മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. അന്നേരവും അദ്ദേഹം CPM-നെ ഇടതുപക്ഷത്തെ തള്ളിപ്പറഞ്ഞില്ല. അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സമയം മുതൽ തന്നെ ഇങ്ങോട്ട്, അതായത് കുറ്റിപ്പുറത്ത് വിജയിക്കുന്ന 2006 കുറ്റിപ്പുറത്ത് വിജയിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് ഈ 2026 വരെയും ഈ 20 കൊല്ലമായിട്ടും CPM-നെ ഇടതുപക്ഷത്തെ KT ജലീൽ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ജലീലിനെ തീർച്ചയായിട്ടും CPM-ഉം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യമാണ് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യേണ്ടത്. അതിൽ ഒന്ന്, CPM-ന് ജലീൽ വന്നാൽ എന്താണ് ഗുണം? തീർച്ചയായിട്ടും ഗുണമാണ്. മലപ്പുറം ജില്ലയിൽ CPM-ന് വലിയ ഒരു സ്വാധീനമില്ല. ലീഗിനും കോൺഗ്രസിനും ഒക്കെ തന്നെയാണ് സ്വാധീനം. അവിടെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു CPM സഖാവ് വന്നാൽ തീർച്ചയായിട്ടും അത് ഒരു സഹായകരമായ അവസ്ഥയായിരിക്കും. നേരത്തെ TK ഹംസ എന്ന ഒരു നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല. അദ്ദേഹത്തിന് പ്രായമായി. മാത്രമല്ല അദ്ദേഹം ഇടതുപക്ഷവുമായി അത്ര ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ. അപ്പം TK ഹംസയ്ക്ക് പകരം കുറച്ചുകൂടി ചെറുപ്പമായ ഒരു മുഖം KT ജലീൽ. മാത്രമല്ല നല്ല പ്രസംഗകനാണ്, നല്ല ഒരു പൊതുപ്രവർത്തകനാണ്, നല്ല ഒരു രാഷ്ട്രീയ നേതാവാണ്. കാര്യങ്ങൾ വിശദീകരിച്ച് പറയാനറിയാം, പഠിച്ച് ചെയ്യാനറിയാം, നല്ല രീതിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അങ്ങനെ വലിയ അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെതിരെ ചില ED കേസുകളും ചില അന്വേഷണങ്ങളും നയതന്ത്ര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടായി. അപ്പം അതിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. അല്ലെങ്കിൽ അത് വീണ്ടും നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടിയാണ് അദ്ദേഹം CPM-ലേക്ക് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ CPM-ന് ഗുണമാണ്, ജലീലിന് ഗുണമാണ്. എങ്ങനെ ജലീലിന് ഗുണമാകും? ഏതായാലും ജലീൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, CPM പ്രവർത്തകൻ എന്നുള്ള ഒരു നിലയ്ക്ക് CPM അണികൾ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും. മാത്രമല്ല ഒരു ED റെയ്ഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് നടപടികളോ CBI റെയ്ഡോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ തടയാൻ, ആ ഉദ്യോഗസ്ഥരെ തടയാനൊക്കെ CPM അണികൾ ഇപ്പോൾ രംഗത്തിറങ്ങില്ല. പക്ഷേ ഇദ്ദേഹം CPM സഖാവായി കഴിഞ്ഞാൽ രംഗത്തിറങ്ങും. തങ്ങളുടെ സഖാവിനെ ആക്രമിക്കാൻ വന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് അവർക്ക് രംഗത്തിറങ്ങാം. ഇപ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമായതുകൊണ്ട് അണികൾക്ക് അങ്ങനെ കണ്ണും പൂട്ടി രംഗത്തിറങ്ങാൻ സാധിക്കില്ല. ആ ഒരവസ്ഥ തീർച്ചയായിട്ടും അത് KT ജലീലിന് ഗുണകരമായ ഒരു കാര്യമാണ്. അതുപോലെ പാർട്ടിക്ക് ജലീൽ വരുന്നത് കൊണ്ട് മലപ്പുറം ജില്ലയിലെ സ്വാധീനം കൂടുതൽ ശക്തമാക്കാനും കഴിയും എന്നുള്ളത് രണ്ടുപേർക്കും ഗുണകരമായ കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് നടക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഒരു പൊതു അഭിപ്രായം. രാഷ്ട്രീയമല്ലേ, ഇത്തരത്തിൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇത്രയും കാലമായിട്ടും അദ്ദേഹം എന്തുകൊണ്ട് CPM-ൽ അംഗത്വം എടുത്തില്ല എന്ന ചോദ്യം അവിടെയുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം നടത്താനാണെങ്കിൽ പോലും CPM-ലെ ഔദ്യോഗിക മെമ്പറാവുക, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2006 മുതൽ ഇതുവരെ CPM-നെ ഇടതുപക്ഷത്തെ ഒരിക്കലും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടില്ല. ഞാൻ പിണറായി വിജയൻ്റെ കൂടെ തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പറയുന്ന ഒരു നേതാവാണ് KT ജലീൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷം അദ്ദേഹത്തെ അംഗീകരിക്കും. പിണറായിയുടെ സ്വന്തം ആളായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കും. അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമോ റെയ്ഡോ വന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കും, ഉദ്യോഗസ്ഥരെ ആക്രമിക്കും, ഒക്കെ ചെയ്യാം. അപ്പം ജലീലിന് അത് ഗുണകരമായി. CPM-ന് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി. അല്ലെങ്കിൽ ജലീൽ CPM-ൽ ചേരാനെടുത്ത തീരുമാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അത് ശരിയാണ് താനും. അതങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. ഭാവിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഭാവിയിൽ രാഷ്ട്രീയ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനും പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ മുമ്പോട്ട് പോകാനും ഒക്കെ KT ജലീലിന് പുതിയ ഊർജം കൊടുക്കുന്നതാണ് ഈ ഒരു തീരുമാനം. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനം അദ്ദേഹം എടുത്തു. ED അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും CPM പ്രവർത്തകർ, എന്തിന് പിണറായി വിജയൻ പോലും വേണ്ടി വന്നാൽ ഇറങ്ങി വന്ന് രക്ഷിക്കാനും പ്രതിരോധിക്കാനും ശ്രമിക്കും. MV ഗോവിന്ദൻ മാഷ് തയ്യാറായി നിൽപ്പുണ്ട്. കാരണം പിണറായി പക്ഷക്കാരൻ കൂടിയാണ്. ഇടതുപക്ഷക്കാരൻ എന്നതിലപ്പുറം പിണറായിയുടെ സ്വന്തം ആളാണ് KT ജലീൽ എന്നതുകൊണ്ട് തീർച്ചയായിട്ടും പിണറായി പറയുന്നത് പോലെയൊക്കെ തന്നെ അണികൾ പ്രവർത്തിക്കും. അവർ തല്ലുകൊള്ളാൻ പോകും, കേസിൽപ്പെടും. ജലീലിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ വരികയാണെങ്കിൽ പ്രതിരോധിച്ച് എല്ലാം സെറ്റാക്കാനുള്ള എല്ലാ നടപടിയും CPM നേതാക്കൾ എടുത്തുകൊള്ളും. പാർട്ടിക്ക് ജലീൽ ഒരു അസറ്റുമാണ്.